നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 26, 2025 ബുധൻ. അങ്ങനെ തുടർച്ചയായിട്ടുണ്ടായിരുന്ന 3 ട്രേഡിംഗ് സെക്ഷനിലെ നഷ്ടത്തിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിന് അതിശക്തമായ നേട്ടത്തോടുകൂടി ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. മാത്രവുമല്ല, ബാങ്ക് നിഫ്റ്റിക്ക് ഫ്രഷ് റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചപ്പോൾ നിഫ്റ്റിക്ക് നിലവിലെ 52 വീക്ക് ഹൈയുടെ അടുത്തേക്കായിട്ട് എത്തിച്ചേരുവാൻ സാധിക്കുകയുമുണ്ടായി. മാത്രമല്ല, ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ ക്ലോസിംഗും നിഫ്റ്റിക്ക് നടത്തുവാൻ സാധിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതെങ്കിലും ഉടനടി തന്നെ മാർക്കറ്റിന് നേട്ടം കൈവരിക്കുവാനുമായി. മാത്രവുമല്ല, ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്ന് നിഫ്റ്റിയുടെ ഡേ ലോയും. തുടർന്ന് മാർക്കറ്റിന് ശക്തി ആർജിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് 26,000 എന്ന ഈ ലെവൽ മറികടന്നുകൊണ്ട് 26,215 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ഇന്ന് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. എങ്കിലും 320 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി ഈ വർഷം ആദ്യമായിട്ട് 26,200 എന്ന ലെവലിന് മുകളിലായിട്ടും വ്യാപാരം ഇന്ന് അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 1,022 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് വീണ്ടും ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 707 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 1.2% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചു. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഇന്ന് എല്ലാ മേഖലകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മീഡിയ, ഓട്ടോ, പ്രൈവറ്റ് ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ, PSU, റിയാലിറ്റി, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഫാർമ, മെറ്റൽ, PSU ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് 1% മുതൽ 2% നേട്ടം കൈവരിക്കുവാനും സാധിച്ചു. JSW സ്റ്റീൽ, HDFC ലൈഫ്, ബജാജ് ഫിൻസർവ്, ബജാജ് ഫൈനാൻസ്, ജിയോ ഫൈനാൻഷ്യൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ഭാരതി എയർടെൽ, ഏഷ്യൻ പെയിന്റ്സ്, SBI ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് ഇന്ത്യൻ രൂപ വീണ്ടും അമേരിക്കൻ ഡോളറിനെതിരെ നേരിയ ഇടിവ് നേരിടേണ്ടി വന്നതിനെ തുടർന്ന് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 5 പൈസയുടെ നഷ്ടത്തോടുകൂടി 89.27 എന്ന ലെവലിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ന് MCXന്റെ ഷെയർ പ്രൈസ് 10,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് 8 മാസങ്ങൾ കൊണ്ട് സ്റ്റോക്കിന് 132% നേട്ടവും കൈവരിക്കുവാനായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഇന്നലെ US നിന്നും സെപ്റ്റംബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റയുടെ റിലീസ് നടക്കുകയുണ്ടായി. പ്രതീക്ഷിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഇൻഫ്ലേഷനാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് ന്യൂയോർക്കിന്റെ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഡിസംബറിലെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾക്ക് സൂചന നൽകിയതിനെ തുടർന്ന് ഇന്നലെ US മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. AI സ്റ്റോക്കായ NVIDIAയ്ക്ക് ഇടിവ് നേരിടേണ്ടി വന്നെങ്കിൽ കൂടിയിട്ടും ബാക്കി ഗൂഗിൾ ഉൾപ്പെടെ ഒട്ടുമിക്ക ടെക് സ്റ്റോക്കുകൾക്കും ഇന്നലെ ശക്തമായ നേട്ടവും കൈവരിക്കുവാനുമായി. മാത്രവുമല്ല, US ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ അത് ഇന്ത്യ പോലുള്ള എമർജിംഗ് മാർക്കറ്റുകൾക്ക് ഗുണകരമാകുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റുകളിലും പ്രതിഫലിക്കുകയുണ്ടായി. 2 ട്രേഡിംഗ് സെഷനായിട്ട് ഇടിവ് നേരിട്ട നിഫ്റ്റി ITക്ക് ഇന്ന് 1.5% നേട്ടം കൈവരിക്കുവാനുമായി. മാത്രവുമല്ല, നിഫ്റ്റി IT ഇൻഡെക്സിലെ 10 സ്റ്റോക്കുകൾക്കും ഇന്ന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഒട്ടുമിക്ക സ്റ്റോക്കുകൾക്കും 1%-ലേറെ നേട്ടവും ഇന്ന് കൈവരിക്കുവാനായി. തൽഫലമായി നിഫ്റ്റി ITക്ക് ഇന്ന് 537 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായി. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ച വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സർപ്രൈസിംഗ്ലി ഹ്യൂജ് എമൗണ്ടിന് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തുകയുണ്ടായി. അത് മാർക്കറ്റിനെ നിക്ഷേപകരെയും ഇന്നലെ പരിഭ്രാന്തരാക്കിയെങ്കിൽ ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും വീണ്ടും 755.32 കോടി രൂപയ്ക്ക് ബൈയിങ് വീണ്ടും നടക്കുകയുണ്ടായി. ഇത് മാർക്കറ്റിന് നിക്ഷേപകരിലേക്കും ആത്മവിശ്വാസം വീണ്ടും വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കി. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ ബയേഴ്സ് ആയിട്ട് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ മാറിയതും ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറുകയുണ്ടായി. ഇന്ന് എല്ലാ മേഖലകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. അതേസമയം ഇന്ന് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലും അതിശക്തമായ ബൈയിങ് ദൃശ്യമായിരുന്നു. തൽഫലമായി ഇന്ന് HDFC ബാങ്കിന് 1.5% നേട്ടം ക്ലോസിംഗ് ബേസിസിൽ രേഖപ്പെടുത്തുവാനുമായി. മാത്രമല്ല, ICICI ബാങ്കിന് 1.25% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിന് ഇന്ന് 2% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിച്ചുകൊണ്ട് ഫ്രഷ് 52 വീക്ക് ഹൈയും ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചു.
തൽഫലമായി ഈ 3 സ്റ്റോക്കുകളിലും ഇന്ന് ഉടലെടുത്ത നേട്ടങ്ങൾ കൊണ്ട് ഇന്ന് 1% നേട്ടം കൈവരിക്കുവാനും സാധിച്ചു. കാരണം ഈ 3 സ്റ്റോക്കുകൾക്ക് മാത്രമായി തന്നെ നിഫ്റ്റി 50 ഇൻഡെക്സിൽ 30% വെയിറ്റേജ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ ഉടലെടുത്ത അതിശക്തമായ ബൈയിങ്ങും നമ്മുടെ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുവാൻ പ്രധാന ഘടകമായി തന്നെ മാറി. ഈ തിങ്കളാഴ്ച മുതൽ ഇന്നത്തോടുകൂടി തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനിലും തിങ്കളാഴ്ച 3%-നടുത്തും ഇന്നലെ 7.5%-നടുത്തും ഇടിവ് രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് ഇന്നും കൂൾ ഓഫ് ആവുകയാണ് ഉണ്ടായത്. 2.29% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട്. അതേ തുടർന്ന് ഇന്ന് ഇന്ത്യ വിക്സ് 11.96 എന്ന ലെവലിലേക്ക് ക്ലോസിംഗ് ബേസിസിലും എത്തിച്ചേർന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായി തന്നെ മാറുകയുണ്ടായി. ഇതിനെല്ലാം പുറമെ തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനിൽ നേരിയ തോതിലാണെങ്കിലും ഉയർച്ച രേഖപ്പെടുത്തിയ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഇടിവും നമ്മുടെ മാർക്കറ്റിനെ ഗുണകരമായി തന്നെ സ്വാധീനിച്ചു. ഇന്നലെ US മാർക്കറ്റിലുണ്ടായ റാലിയുടെ ഫലമായിട്ട് ഇന്ന് ഒട്ടുമിക്ക ഗ്ലോബൽ മാർക്കറ്റുകളും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുകയും തുടരുകയും ഉണ്ടായി. സോ പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസും ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി മാറി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 138 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. 3 യൂറോപ്യൻ മാർക്കറ്റ്സും 0.5%-നടുത്ത് നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ തായ്ലൻഡ്, ചൈനീസ് മാർക്കറ്റുകൾ ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. കൊമോഡിറ്റിയിൽ ബ്രന്റ് ക്രൂഡിന്റെ വില $62.32 എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വില 57.81 എന്ന നിലയിലേക്കും എത്തിച്ചേരുകയുണ്ടായി ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട്. അതേസമയം ഗോൾഡിന്റെ വിലയിൽ വീണ്ടും ഉയർച്ചയാണ് കാണുവാനായിട്ട് സാധിക്കുക. $4161.95 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഗല്ലാഡ് സ്റ്റീൽ IPO പ്രൈസിൽ നിന്നും 49% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി സ്റ്റോക്ക് ഇന്ന് BSE SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. എക്സൽ സോഫ്റ്റ് ടെക്നോളജീസ് ഇന്ന് സ്റ്റോക്ക് IPO പ്രൈസിൽ നിന്നും 12% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി BSE ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. തുടർന്ന് ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്കിന് ഉയർച്ച രേഖപ്പെടുത്തുവാൻ സാധിച്ചെങ്കിലും ഇൻട്രാഡേ ബേസിസിൽ തന്നെ ഇന്ന് ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. ഭാരതി എയർടെൽ രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലെ സ്റ്റോക്കിംഗ് ന്യൂസിൽ കണ്ട പോലെ തന്നെ ഇന്ന് ബൾക്ക് ഡീൽ നടക്കുക തന്നെയുണ്ടായി. 3.5 കോടി ഷെയറുകളുടെ ബ്ലോക്ക് ഡീലാണ് ഇന്ന് നടക്കുകയുണ്ടായത്. ഏകദേശം 7,400 കോടി രൂപ മൂല്യം വരുന്ന സ്റ്റേക്ക്. തൽഫലമായി ഇന്ന് സ്റ്റോക്കിന് 2%-ഓളം ഇടിവും ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടേണ്ടതായിട്ട് വന്നു. NDL വെഞ്ചേഴ്സ് ഹിന്ദുജ ലൈലാൻഡ് ഫിനാൻസിനെ NDL വെഞ്ചേഴ്സുമായി ലയിപ്പിക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകുകയുണ്ടായി. മാൻ ഇൻഫ്ര കൺസ്ട്രക്ഷൻ ഓപ്പൺ മാർക്കറ്റ് ഇടപാട് വഴി പ്രൊമോട്ടർ പരാഗ് കെ ഷാ കമ്പനിയുടെ 0.02% വരുന്ന അധിക ഓഹരികൾ സ്വന്തമാക്കുകയുണ്ടായി. നുറേക്ക നവംബർ 28, 2025 ബോർഡ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഷെയർ ബൈബാക്കുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ട്. മാപ്മൈ ഇന്ത്യ സോഹോയുമായി പങ്കാളിത്തം കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. B2B ലൊക്കേഷൻ അനലിറ്റിക്സിൽ 2028 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും ഇതുവഴി 1000 കോടി രൂപയാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.